ന്യൂസിലാൻഡിനോട് അവൻ പ്രതികാരം തീർക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. അതാണ് എന്റെ മകൻ, ഇതാണ് അവന്റെ കളി. വർഷങ്ങളോളം ഉള്ളിലൊതുക്കിയ ആവേശം ഒരു പിതാവിന്റെ വാക്കുകളായി പുറത്തേക്ക് വരുമ്പോൾ അതിന് ലോകകപ്പ് വിജയത്തെക്കാൾ തിളക്കമുണ്ടായിരുന്നു. ഇത് വെറുമൊരു ക്രിക്കറ്റ് താരത്തിന്റെ കഥയല്ല. ഇത് പൊരുതി ജയിച്ച ഒരു അച്ഛന്റെയും തളരാതെ സ്വപ്നം കണ്ട ഒരു മകന്റെയും അവർക്ക് വഴിവിളക്കായ ഒരു ഇതിഹാസത്തിന്റെയും കഥയാണ്. 2024 ലോകകപ്പിന്റെ ബെഞ്ചിലിരുന്ന സഞ്ജുവിൽ നിന്ന് 2026 ലോകം കീഴടക്കുന്ന സഞ്ജു സാംസണിലേക്കുള്ള ദൂരം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി സഞ്ജു നിൽക്കുന്ന ആ നിമിഷം ഏതൊരു മലയാളിക്കും ഒരു അഹങ്കാരമൊക്കെ തോന്നും. സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ ജനിച്ചത് ഡൽഹിയിലെ തെരുവുകളിലോ കേരളത്തിലെ സ്റ്റേഡിയങ്ങളിലോ മാത്രമല്ല, തന്റെ അച്ഛൻ സാംസന്റെ നിശ്ചയദാർഢ്യത്തിലാണ്. 23 വയസ്സുവരെ ഒരു ദിവസം പോലും പരിശീലനം മുടക്കാത്ത സഞ്ജു ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ. ഡൽഹി പോലീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കമില്ലാതെ വീട്ടിലേക്ക് വരുമ്പോൾ ഉറങ്ങേണ്ട സമയത്ത് തന്റെ മകനെയും കൂട്ടി ബാറ്റും ബോളുമായി ഇറങ്ങുന്ന കാഴ്ച ആ നാട്ടിലെ ആളുകൾക്കെല്ലാം സുപരിചിതമായിരുന്നു. കളിക്കാനായി ആളെ കിട്ടാതിരിക്കുമ്പോൾ തന്റെ ഫുട്ബോൾ കളിയിലെ കൂട്ടുകാരെയെല്ലാം വിളിച്ച് പന്തെറിയാൻ ഏൽപ്പിക്കും. 5 വയസ്സ് തുടങ്ങി ഈ അഭ്യാസം. അങ്ങനെ വീടിനകങ്ങൾ, വീടിന്റെ അടുത്തുള്ള വഴികൾ, ചെറിയ ഗ്രൗണ്ടുകൾ ഇങ്ങനെ എറിഞ്ഞ് തട്ടി ഇന്ന് സഞ്ജു എത്തിയിരിക്കുന്നത് ലോക ക്രിക്കറ്റിന്റെ നെറുകയിലാണ്.